പാപ്പയുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു നല്ലൊരു വീട് പണിയുക എന്നുള്ളത്. പാപ്പയുടെ കുടുംബത്ത് തന്നെ പാപ്പ നല്ലൊരു വീട് പണിതു കേട്ടോ. പക്ഷേ അത് നമ്മൾ ഉദ്ദേശിച്ചതിലും വലിപ്പം ഒരുപാട് അങ്ങ് കൂടിപ്പോയി. ഒരു പാപ്പയുടെ ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ടപ്പോഴത്തേക്കും നമ്മളെടുത്ത ലോണുകളൊന്നും തിരിച്ചടക്കാനാകാതെ ആ വീട് ജപ്തി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും ആ വീട് ഞങ്ങൾ വിൽക്കുകയാണ് കേട്ടോ ചെയ്തത്. പെട്ടെന്നുള്ള വിൽപ്പന ആയതുകൊണ്ട് തന്നെ ഒരുപാട് നഷ്ടത്തിലാണ് കേട്ടോ നമ്മൾ ആ വീടൊന്ന് വിറ്റത്. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഭയങ്കര നഷ്ടമായിരുന്നു. പിന്നീട് നമ്മൾ പണയത്തിനും അതിനുശേഷം നമ്മൾ വാടകക്കുമായിട്ടൊക്കെ നമ്മൾ അങ്ങനെ പോയി കേട്ടോ. ആ സമയത്താണ് ഞങ്ങളുടെ വാപ്പാക്ക് വലിയൊരു അപകടം ഉണ്ടാകുന്നത് കേട്ടോ. അതിൽ നിന്നൊക്കെ വാപ്പ റിക്കവറായി വന്നു. അങ്ങനെ കുറേ നാൾ വാപ്പാക്ക് പണിക്കൊന്നും പോകാത്ത ആ ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും വാപ്പ പ്രവാസ ലോകത്തിലേക്ക് പോയെങ്കിലും അധികം മെച്ചമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങളെയൊക്കെ അത്യാവശ്യം വാപ്പ പഠിപ്പിച്ചു. ഞാൻ ഇത്രയും പറയാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രവാസി അല്ലെങ്കിൽ പ്രവാസിയുടെ ഭാര്യ പ്രവാസിയുടെ മകളെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ലൈഫ് സ്റ്റൈലായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു സെറ്റിലായിട്ടുള്ള ജീവിതമായിരിക്കും എന്നൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മളെപ്പോലെ ആ ഒരു ജീവിത സാഹചര്യത്തിലൊക്കെ ജീവിച്ചു വരുന്ന പ്രവാസികൾക്ക് തീർച്ചയായിട്ടും അത് കണക്ട് ചെയ്യാൻ സാധിക്കും.